എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണ സ്പെഷ്യലായിട്ട് ഗോതമ്പ് പായസമാണ് തയ്യാറാക്കുന്നത്. സദ്യയിലൊക്കെ നമുക്ക് കിട്ടുന്ന ഗോതമ്പ് പായസത്തിൻ്റെ അതേ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ വീട്ടിൽ നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ബ്രോക്കൺ വീറ്റ് എടുത്തിട്ടുണ്ട്, അതായത് നുറുക്ക് ഗോതമ്പാണ്. ഇത് 1/4 കിലോഗ്രാം ഉണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. 3 തവണയെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കാം. ഗോതമ്പൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ആദ്യം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ ഗോതമ്പ് എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല പാകത്തിൽ തന്നെ വെന്ത് കിട്ടണം. പിന്നെ നമ്മളിതിലേക്ക് ശർക്കരയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഗോതമ്പ് പിന്നെ വേവില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് നല്ല പാകത്തിൽ തന്നെ വേവിച്ചെടുക്കണം. ഈ ഒരു കുക്കറിൽ ഞാൻ 2 വിസിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 2 നാളികേരത്തിൻ്റെ 2ആം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 4.5 കപ്പുണ്ട്. അതുപോലെ 1 കപ്പ് 1ആം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ്, ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് 1ആം പാൽ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കിലോഗ്രാം ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഉരുളിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടി കട്ടിയുള്ള പാത്രം എടുത്താലും മതി. ഇനി ശർക്കര പാനിയിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ ഗോതമ്പ് ചേർത്ത് കൊടുത്താൽ ഇതിൻ്റെ ഉരുളിയുടെ അടിയിലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഗോതമ്പ് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ശർക്കരയിലൊക്കെ നന്നായിട്ട് പിടിക്കണം. ഗോതമ്പ് നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി ശർക്കരയിൽ കിടന്നിട്ട് ഗോതമ്പ് വേവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ നന്നായിട്ട് ഗോതമ്പ് വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഗോതമ്പ് ശർക്കര പാനിയിലൊക്കെ നന്നായിട്ട് പിടിക്കണം. ഇനി നമ്മുടെ ഗോതമ്പ് പായസം സദ്യയിലൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 കദളിപ്പഴം ഇതിലേക്ക് അരച്ച് ചേർക്കുന്നുണ്ട്. 2 ചെറിയ കദളിപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ശർക്കരപ്പാനി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ അരച്ചെടുക്കാം. ഇതിന് പകരം വെള്ളത്തിൽ അരച്ചെടുത്താലും മതി. നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പായസം നല്ലൊരു ടേസ്റ്റോട് കൂടി കിട്ടുന്നത്. നമ്മുടെ ശർക്കരപ്പാനിയും ഗോതമ്പൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നാലും കൈ വിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള 2ആം പാൽ ചേർത്ത് കൊടുക്കാം. 2ആം പാൽ ചേർക്കുമ്പോൾ 2-3 തവണയായിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം ഞാനിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ 3 തവണയായിട്ട് 2ആം പാൽ മുഴുവനും ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് വരണം. അതിന് ശേഷമാണ് നമ്മൾ 1ആം പാലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ ഒരു പാകത്തിൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1ആം പാൽ ഒഴിച്ച് കൊടുക്കാം. 1ആം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ കത്തിക്കരുത്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്കിതിന് ഫ്ലേവറിന് ആവശ്യമായിട്ട് ഏലക്കാപ്പൊടിയോ ചുക്കുപൊടിയോ അങ്ങനെ നിങ്ങൾ ഏത് പൊടിയാണ് ഗോതമ്പ് പായസത്തിൽ ചേർക്കാറുള്ളതെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കപ്പൊടി മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ ആ ഗോതമ്പ് പായസത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ചുക്കുപൊടിയും ജീരകപ്പൊടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യിൽ കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും കൂടി ഒന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉരുളിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഉരുളിയിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റായതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ ഓണത്തിന് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്